വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനും നിലവിലെ അപേക്ഷയിൽ എഡിറ്റ് ചെയ്യുന്നതിനും ജൂലൈ മാസം 13 വരെ അവസരമുണ്ട്. വിശദമായ വാർത്തയിലേക്ക് തരുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓപ്ഷനെ വിളിച്ചേക്കാം. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്തു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനമായി തുടങ്ങാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നതിനും പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനും നിലവിലെ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനും ഇപ്പോൾ സൗകര്യമുണ്ട്. തേർഡ് അലോട്ട്മെന്റ് ജൂലൈ മാസം 14 പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ്. 13 വരെ നിങ്ങൾക്ക് ഇതിനായുള്ള സൗകര്യമുള്ളത്. നിലവിലെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യേണ്ട വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി അവിടെ നൽകിയിരിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് നൽകി സൈൻ ഇൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ കറക്ഷൻ ബാർ റീഅറേഞ്ച്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു 200 രൂപ കറക്ഷൻ ഫീ കൊടുക്കേണ്ടതുണ്ട്. ഈ കറക്ഷൻ ഫീ 200 രൂപ ഒടുക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്ത് വിവരങ്ങളാണോ നിങ്ങളുടെ അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാനുള്ളത് ആ വിവരങ്ങൾ സഹിതം നിങ്ങൾ അടച്ച പേയ്മെൻ്റ് റെസീറ്റ്, നിങ്ങൾ ആ 200 രൂപ അടച്ച പേയ്മെൻ്റ് റെസീറ്റ് ശേഷം നിങ്ങൾക്ക് എന്ത് വിവരങ്ങളാണോ അവിടെ എഡിറ്റ് ചെയ്യേണ്ടതുള്ളത് അത് ugdoi@kannur.univ.ac.in ഇമെയിലായി അയക്കേണ്ടതാണ്. ജൂലൈ മാസം 13 വരെയാണ് ഇതിനായി ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. അതായത് നിലവിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ആദ്യം അവിടെ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങളെ വെരിഫിക്കേഷൻ കോഡ് നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് അവിടെ നിങ്ങൾ കറക്ഷൻ ആൻഡ് റീഅറേഞ്ച്മെന്റ് എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് 200 രൂപ കറക്ഷൻ ഫീ നിങ്ങൾ ഒടുക്കി അതിൻ്റെ റെസീറ്റ് സഹിതം 200 രൂപ കറക്ഷൻ ഫീ ഒടുക്കിയ ശേഷം അതിൻ്റെ റെസീറ്റ് ugdoi ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വട്ടം ചെയ്തിരിക്കുന്ന ഇമെയിൽ ID പേയ്മെൻറ്റ് അടച്ച റെസീറ്റും ശേഷം നിങ്ങൾക്ക് അപേക്ഷയിൽ എന്ത് മാറ്റമാണോ വരുത്തേണ്ടത് അത് നിങ്ങൾ അതിലേക്ക് അയച്ചു നൽകുകയാണ് വേണ്ടത്. ഇനി പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ അലോട്ട്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ രജിസ്ട്രേഷൻ അലോട്ട്മെൻറ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ പുതിയൊരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നിങ്ങൾ പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഈ കാണുന്ന ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് നൽകി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പല വിദ്യാർത്ഥികളും രജിസ്ട്രേഷൻ ഫീ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇവിടെ ജനറലിന് വരുന്നത് 600 രൂപയാണ്, ജനറൽ SC/BC. അതേസമയം നിങ്ങൾ SC/ST കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ നേരെ 300 രൂപയായിട്ട് കുറയുന്നുണ്ട്. PWD കാറ്റഗറിക്ക് 300 രൂപയായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ജനറലിന് 600 രൂപയും SC/STക്ക് 300 രൂപയുമാണ്. ഇത്രയും വിവരങ്ങൾ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മറ്റേ ആധാർ നമ്പർ നൽകി സബ്മിറ്റ് എന്ന പേരിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഡീറ്റെയിൽസ് നൽകാത്തതുകൊണ്ടാണ് സബ്മിറ്റ് ആകാത്തതും. അങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ജൂലൈ മാസം 13 അവസാനം തീയതി. അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി മിസ് കരുത്. ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ ബൈ.